ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പി.സി. ജോർജ് ബി.ജെ.പിയിലേക്ക് എത്തിയത്. ഷോൺ ജോർജ് വളരെ ആക്റ്റീവായിട്ട് ബി.ജെ.പിക്കകത്ത് തന്നെയുണ്ട്. നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഷോൺ ജോർജ് നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ പി.സി. ജോർജ് ബി.ജെ.പിയിൽ എന്താണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് സ്ഥാനം എന്തെങ്കിലും ഉണ്ടോ, എന്ത് പദവിയാണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയത്തക്ക സംഭാവനകളുമില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാനവുമില്ല. പക്ഷേ എന്താണ് അപ്പോൾ പി.സി. ജോർജും ഷോൺ ജോർജും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാകുന്നുണ്ടോ ബി.ജെ.പിക്കകത്ത്? ഇപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ പി.സി. ജോർജിന്റെ വിശ്വസ്തരുമായിട്ട് പുള്ളി അദ്ദേഹത്തിന് അതൃപ്തി പങ്കുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പദവിയില്ലെന്നല്ലേ അദ്ദേഹത്തിന് ഏതാണ്ട് കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയാണോ ദേശീയ കമ്മിറ്റിയാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ബി.ജെ.പി കാണുന്നത് ഒരുപക്ഷെ പി.സി. ജോർജിനെ കൊണ്ടുവന്ന് നാളെ കാലത്തെ പി.സി. ജോർജിനെ പ്രയോജനപ്പെടുത്താനല്ല, ഷോൺ ജോർജിനെ പ്രയോജനപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പരിഗണനയുടെ അകത്തുള്ള പുനഃസംഘടനയ്ക്കകത്ത് അദ്ദേഹം പലരെയും കൊണ്ടുവന്നു. അനൂപ് ആന്റണിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കി, 4 പോസ്റ്റിൽ ഒരു പോസ്റ്റ് ആക്കി. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കി. ഒരുപക്ഷെ ഇദ്ദേഹത്തെ ആദ്യം തന്നെ അനൂപ് ആന്റണിയെ മറികടന്ന് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് അനൂപ് ആന്റണി അതിനെക്കാട്ടൊക്കെ വളരെ കാലത്തെ പാർട്ടിക്കകത്ത് പരിചയവും പാർട്ടിയുടെ ഭാഗമായിട്ടൊക്കെ നിന്ന ആളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കൊടുത്ത പോസ്റ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹത്തിന് ആ പോസ്റ്റ് കൊടുക്കുകയും അടുത്ത പ്രാവശ്യം മത്സര രംഗത്ത് വരുമ്പോൾ ഒരുപക്ഷെ കുട്ടനാട് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ പറയുന്ന പൂഞ്ഞാർ ഉൾപ്പെടെ മറ്റു പാലാ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജയിക്കാൻ സാധ്യതയുള്ള ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ പി.സി. ജോർജിനെ പരിഗണിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഷോൺ ജോർജിനെ ആയിരിക്കും പരിഗണിക്കാൻ സാധ്യത. പി.സിയെയും ഷോണിനെയും കൂടെ ഒരുപോലെ പരിഗണിക്കുമോ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്ക പി.സി. ജോർജിനുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് ഈ ബാലകൃഷ്ണപിള്ളയുടെ മകനും ബാലകൃഷ്ണപിള്ളയും തമ്മിൽ ബാലകൃഷ്ണയുടെ മകൻ ഈ ഗണേശൻ മന്ത്രിയായിട്ട് ഈ ചുവന്ന ലൈറ്റും ഒക്കെ വെച്ച് വീണ്ടും മുറ്റത്ത് വരുമ്പോൾ ഇയാൾക്ക് മകൻ വരുന്നതാണെങ്കിൽ പോലും സഹിച്ചില്ല. അവസാനം പറഞ്ഞ് ഇവൻ എന്റെ മോനാണെന്ന് പോലും അയാൾ പത്രസമ്മേളനം നടത്തി പറയുന്ന ഒരവസ്ഥ. എന്ന് വെച്ചാൽ മന്ത്രി വരുന്നതുകൊണ്ടൊന്നും അല്ല, അയാൾക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഈ പറയുന്ന എൽ.ഡി.എഫ് ഇരിക്കുമ്പോഴും യു.ഡി.എഫ് ഇരിക്കുമ്പോഴും സ്വന്തമായിട്ടൊരു ചെറിയ പാർട്ടിയാണെങ്കിലും പാർട്ടി ഉണ്ടാക്കി അതിനകത്ത് സമ്മർദ്ദ ശക്തിയായിട്ട് എന്നും ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ ആർ ബാലകൃഷ്ണപിള്ള വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ നിന്നാലും അത് ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ നിന്നായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു നേതാവായിരുന്നു. അപ്പൊ അതിനകത്ത് അദ്ദേഹം മാറിയിരുന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ പോലും വീടിന്റെ മുറ്റത്ത് സ്വന്തം മകനാണെങ്കിൽ പോലും അത് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അതാണ് ഈ അധികാരത്തിന്റെ ഒരു സുഖം. നമ്മൾ ഈ പറയുന്ന പല ലഹരിയുടെ കൂട്ടത്തിൽ ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ലഹരിയാണ് അധികാരത്തിന്റെ ലഹരി. അതുകൊണ്ടാണ് ഈ അധികാരം കിട്ടിക്കഴിയുമ്പോൾ പലരും, ഇപ്പൊ മോദി ഒന്നും ഇതിനകത്ത് തന്നെ പലരും പല രീതിയിലായി പോകുന്നു. അപ്പൊ ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ 25 കൊല്ലം അദ്ദേഹം തുടർച്ചയായിട്ട് എം.എൽ.എ ആയിട്ട് ഏറ്റവും അവസാനം 25,000 വോട്ടിന് സ്വതന്ത്രമായിട്ട് അന്ന് നിന്നു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് തോക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ 82-ൽ എം.എൽ.എ ആവുന്ന 29-ാമത്തെ വയസ്സിൽ. വളരെ കാലം ഈ പറയുന്നത് പോലെ ജോസഫ് എൽ.ഡി.എഫിന്റെ ഭാഗമായിട്ട് ഐക്യ കേരള കോൺഗ്രസ്, അതിനുശേഷം ജോസഫിന്റെ കൂടെ പോയി എൽ.ഡി.എഫിന്റെ ഭാഗമായിട്ട് പലവട്ടം ജയിക്കുന്നു. ഒരു വട്ടം കണ്ട് അദ്ദേഹം തോറ്റുപോയിട്ടുണ്ട്. ഈ തോക്കുന്നതിന് മുമ്പ് ഒരു വട്ടം തോറ്റുപോയിട്ടുണ്ട്. അപ്പം പിന്നെ അദ്ദേഹം വരുന്നു, ഇദ്ദേഹം വരുന്ന ജോസഫുമായിട്ട് പിണങ്ങുന്നു. അദ്ദേഹം മാണിയുടെ കൂടെ പോകുന്നു. അതിനുശേഷം ജോസഫ് മാണിയുടെ കൂടെ വരുന്നു. അപ്പൊ അന്ന് മന്ത്രിയാവാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ ഇദ്ദേഹം മന്ത്രിയായില്ല. അന്ന് ഇദ്ദേഹത്തെ പിന്നെ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹം പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് നമ്മൾ അദ്ദേഹം ഒരു ചീഫ് വിപ്പ് എന്ന് പറയുന്ന മന്ത്രിക്ക് തുല്യമായ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് പുള്ളി ഇങ്ങനെ കൊമ്പനാനെ പോകുന്ന പോലെ കേരളത്തിൽ കൂടെ കിട്ടുക. അതിനുശേഷം ചീഫ് വിപ്പ് പദവി ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഒരുത്തനെ ചുമ്മാ ചീഫ് വിപ്പ് അവനെ സൂചിക്കാൻ വേണ്ടി, അയാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10-37 ഗവേഷണൽ സ്റ്റാഫും അല്ലെങ്കിൽ മന്ത്രിക്ക് ഉതകുന്ന രീതിയിലുള്ള ചെലവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പദവിയൊക്കെ കൊടുത്തു വിടുന്ന ഈ അന്ന് യു.ഡി.എഫിന്റെ കാലത്തൊന്നും ഉണ്ടായതുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇപ്പൊ ഇദ്ദേഹത്തെ അടുത്ത പ്രാവശ്യം പരിഗണിക്കാൻ സാധ്യത. മാത്രമല്ല ഇദ്ദേഹം ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാവായിട്ട് വരും. മറ്റദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാ തുറന്ന ചപ്പാണ്, ഇയാൾ പറയുന്നതെല്ലാം പ്രശ്നമാണ്, ഇയാൾ ഒരു പ്രശ്നകാരിയാണ്, ഇയാൾ ഒരു വിഷയകാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് എൽ.ഡി.എഫ് നിന്ന് വെളിയിൽ പോയപ്പോ യു.ഡി.എഫിനകത്തോട്ട് ശ്രമിച്ച യു.ഡി.എഫ് പറഞ്ഞ 2 കൈ എടുത്ത് പറഞ്ഞത് നമ്മൾക്ക് വേണ്ട, അത് ആരെയും കയറി വിമർശിച്ചുകളെ. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വിമർശിച്ചു. അവസാനം ഉമ്മൻചാണ്ടി വീടാറായപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, അല്ലെങ്കിൽ ഞാൻ ചുമ്മാതെ പറഞ്ഞത്, എന്നെ കൊണ്ട് പറയിച്ചത്. ഇതേ രീതിയിൽ ആരെയും വിമർശിക്കുന്ന രീതി ബി.ജെ.പിക്ക് അകത്ത് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഭാഗം സ്വന്തമായിട്ട് കുറച്ചാൾ ബി.ജെ.പിയുടെ ഭാഗമായിട്ട് അവസാനം ബി.ജെ.പി വിമർശിക്കുന്ന ഒരു അവസ്ഥ 2024 എനിക്ക് തോന്നുന്നു ഒരു സമയമായപ്പോഴാണ് ബി.ജെ.പി അതിനുശേഷം പലവട്ടം വാ തുറക്കാൻ തുടങ്ങി ഭൂരിപക്ഷം പറഞ്ഞിട്ട് തുറക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം പറഞ്ഞു വന്നത് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനകത്ത് വലിയ അതിർത്തിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി. അടുത്ത പ്രാവശ്യം ബി.ജെ.പിയുടെ സഹായത്തോടു കൂടി മത്സരിച്ചാൽ, പൂഞ്ഞാറിൽ മത്സരിച്ചാൽ അല്ലെങ്കിൽ പാലയിലോ മത്സരിച്ചാൽ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുന്ന മണ്ഡലത്തിൽ ജയിക്കും. അദ്ദേഹത്തിന്റെ പിന്തുണയും പാർട്ടിയുടെ പിന്തുണയും കൂടി ജയിക്കും. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാകുന്നു.
അതിനു വേണ്ടി ഒരു പക്ഷേ മകനെ പോലും മകനെ പരിഗണിക്കുന്നതിനപ്പുറം എന്നെ പരിഗണിക്കണം എന്ന മനസ്സിൽ ഇപ്പം അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബി ജെ പി തയ്യാറാവുന്നത് അതിനു വേണ്ടിയല്ല. പി സി ജോർജിനെ പോലൊരു മണ്ഡലത്തിൽ ഒരു പി സി ജോർജിന്റെ ആ സ്വാധീനം ഷോൺ ജോർജ് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തി ബി ജെ പിക്കുള്ള വോട്ടും കൂടെ ആക്കി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ഭാഗമൊക്കെ ആക്കി മാറ്റി ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു MLA അവിടുന്ന് ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പം ഏറ്റവും എണ്ണപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട നേതാക്കന്മാരിലും, അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ടുകയറാനും ഒക്കെ നമ്മളെല്ലാം പറയല്ലോ ഷോണാണ്. വീണ വിജയന്റെ വിഷയം ഈ പറയുന്ന എണ്ണപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുവന്നതിന് ശേഷം കോടതി തള്ളിപ്പോയപ്പോൾ അതിന്റെ തെളിവുകളും അതിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു രീതിയിലും ഏത് രീതിയിൽ പോയാൽ വീണ വിജയനെതിരെ കേസെടുപ്പിക്കാൻ പറ്റും, FIR എടുപ്പിക്കാൻ പറ്റും, അത് അന്വേഷിപ്പിക്കാൻ പറ്റും, അതിന് ഏത് രീതിയിൽ കോടതിയെ സമീപിക്കണം. സുപ്രീം കോടതി വക്കീലാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു MLA ഉണ്ടായിരുന്ന, അയാളുടെ പേര് എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, അദ്ദേഹം ചെന്നതൊക്കെ അദ്ദേഹത്തിന്റെ കേസ് തള്ളിപ്പോയില്ലേ. വിജിലൻസ് പല കേസുകളും കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവില്ല, അങ്ങനെ നിങ്ങൾ പറഞ്ഞ അന്വേഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഷോൺ ഈ പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള പിണറായി വിജയൻ, കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ മൊത്തവും പാർട്ടി ഇല്ലെങ്കിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ള പിണറായി വിജയൻ, ആരും ഭയക്കുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ അരിമസന്തതിയായിട്ടുള്ള വീണ വിജയനെതിരെ കേസെടുപ്പിച്ച് ഇപ്പൊ ഏറ്റവും അവസാനം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന CBI ഈ പറയുന്ന മറ്റു ചില ഏജൻസികൾ കൂടി ആ കേസിനകത്ത് അവരെ പ്രതി ചേർക്കണം. ആ രീതിയിലേക്ക് അപ്പീൽ കൊടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്നത് പോലെ ഒരു കൃത്യമായ രാഷ്ട്രീയക്കാരൻ, ഒരുപക്ഷെ BJPക്കകത്ത് നിന്നിട്ടുള്ള നേതാക്കന്മാർക്ക് സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ഓപ്പൺ ഫൈറ്റ് ഒരുപക്ഷെ മറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നടത്തുന്നതിനും, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ോട് പോലും നേരിട്ട് മുട്ടാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ആൾക്കാരില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാർ പരാജയപ്പെട്ടെടുത്ത് വിജയിച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ ഏറ്റെടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത്. അതിനകത്ത് വലിയ താല്പര്യത്തിൽ അദ്ദേഹത്തോട് വലിയ താല്പര്യമുള്ള രീതിയിൽ ഈ പറയുന്ന മറ്റ് സംസ്ഥാന പ്രസിഡന്റുമാർക്കൊപ്പുറം അല്ലെ മറ്റ് സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഈ പറയുന്ന ഷോൺ ജോർജിനെയും ഒരുപക്ഷെ PC ജോർജിനെയും ഒക്കെ സൈലന്റ് ആയിട്ട് പിടിച്ച്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരേണ്ടെന്ന് തീരുമാനിച്ചെടുത്ത് ഇപ്പം RC വന്നു, അല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അവർക്ക് വേണ്ട പദവി കൊടുത്ത് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നു. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം ഉരുത്തിരിയുന്നു. അത് വെളിയിൽ നിന്നുള്ള പ്രശ്നമല്ല, BJPക്കകത്തു നിന്നുള്ള പ്രശ്നമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ അച്ഛനും മകനും തമ്മിൽ ഒരു മത്സരം, അല്ലെങ്കിൽ ആർക്ക് വേണം അല്ലെ എനിക്ക് വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അത്തരത്തിലൊരു മത്സരം വന്നാൽ ഈ പറയുന്ന ഷോൺ ജോർജ് വേണമെങ്കിൽ അച്ഛൻ മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഷോണിനോട് ഒപ്പം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഷോൺ വന്നാൽ കുഴപ്പമില്ല, നല്ല പയ്യനാണ്, കുഴപ്പമില്ല, ആവശ്യമില്ലാത്ത കാര്യം പറയത്തില്ല, കാര്യം കൃത്യമായിട്ട് പറയും, ആവശ്യമുള്ള മറ്റുള്ള വന്നാൽ ഈ ഒരു പ്രചരണം നടത്തും. ഈ പറയുന്നത് പോലെ വാ പോയ കോടാലിയാണ്, വായി വരുന്നത് പറയാണ്, നാളെ കാലത്ത് ഒരു തലവേദനയാണ്, ആ രീതിയിലേക്കുള്ള ഒരു ഇമേജ് ആണല്ലോ പുതിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ BJP വെട്ടിലാകുന്നു ഷോൺ ജോർജിന്റെയും ഒരുപക്ഷെ PC ജോർജിന്റെയും വിഷയത്തിൽ എന്ന് വേണം ഇത്തരത്തിലുള്ള വാർത്തകളിൽ നിന്ന് ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഈ പറഞ്ഞ അടുത്ത നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പൊ ഷോൺ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, വീണ്ടും അതിനകത്ത് മത്സരിക്കുമോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. ഈ റൊട്ടേഷൻ വരുന്നതുകൊണ്ട് ഇപ്പൊ മത്സരിക്കുന്നിടത്തുനിന്ന് മാറി മത്സരിക്കേണ്ടി വരും. അതോ അയാൾ അദ്ദേഹത്തെ പഞ്ചായത്തിലുള്ള മത്സരം ഒഴിവാക്കി ഒരുപക്ഷെ അടുത്ത ഏതെങ്കിലും നിയമസഭാ സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ, കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അതിനകത്ത് മാറി നിൽക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ, അല്ലെങ്കിൽ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷോണും PCയും തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിനകത്ത് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് BJPക്ക് വലിയ തലവേദനയാകും, അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകും. അത് ഒരുപക്ഷെ ഈ പറയുന്ന BJP നാളെ കാലത്തെ ഈ MLA മാരുടെ എണ്ണം എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ആദ്യത്തെ പേര് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പൂഞ്ഞാറെന്നും ഈ പറയുന്ന ഷോണിന്റെയോ PC ജോർജിന്റെയോ ഒക്കെ ആ ലിസ്റ്റിനകത്ത് വരുന്നതിന്റെ കൂട്ടത്തിൽ അതൊരു ബുദ്ധിമുട്ടാകും എന്നതാണ് ഇപ്പൊ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.